ബംഗാൾ രാഷ്ട്രീയം വീണ്ടും ഒരു യുദ്ധക്കളമായിട്ട് മാറുകയാണ്. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പൂട്ടാൻ കേന്ദ്രസേന നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. മമതാ ബാനർജിയുടെ വീടിന് മുന്നിലും തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ വീടിന് മുന്നിലും ഒരേ സമയം കനത്ത സുരക്ഷയൊരുക്കി കേന്ദ്രസേന നിലയുറപ്പിച്ചിരിക്കുകയാണ്. തങ്ങളെ പൂർണ്ണമായിട്ടും വീട്ടുതടങ്കലിലാക്കുവാനും സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് ഇതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ആക്രോശിക്കുന്നത്. ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ക്രൂരമായ കൊലപാതകത്തിന് പിന്നാലെയാണ് നാടകീയമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയതും സേനാവിന്യാസം നടന്നിരിക്കുന്നതും. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബരായിപൂരിലാണ് രാജ്യത്തെ ഏറെ ശ്രദ്ധ നേടിയ തരത്തിലുള്ള അദാരുണ സംഭവം അരങ്ങേറിയത്. കൂട്ടുകാരുടെ ജന്മദിനത്തിന് സമ്മാനങ്ങൾ വാങ്ങാൻ പോയ 12 വയസ്സുകാരിയായ പെൺകുട്ടിയെ 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രി മുഴുവൻ വീട്ടുകാർ പോലീസിന്റെ സഹായം തേടിയെങ്കിലും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല എന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ഒടുവിൽ ഞായറാഴ്ച രാവിലെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയ ഒരു പ്രതിയാണ് പെൺകുട്ടിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കുളത്തിനരികിൽ ഉപേക്ഷിച്ച വിവരം പുറത്തു പറയുന്നത്. മൃതദേഹം കണ്ടെത്തിയതോടെ പ്രകോപിതരായ ജനക്കൂട്ടം പ്രതിയെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ തല്ലിക്കൊല്ലുകയായിരുന്നു. ഈ കേസിൽ BJP പ്രവർത്തകരാണ് എന്ന് ആരോപിക്കുന്ന ഒരാളെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ക്രൂരത നേരിട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ മമതാ ബാനർജി തീരുമാനിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ കളി മാറ്റിയത്. മമതയുടെ വീട്ടിൽ നിന്നും പുറത്തേക്കുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ട് കേന്ദ്രസേന നിലയുറപ്പിക്കുകയായിരുന്നു. താൻ ആ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുന്നത് തടയാൻ കേന്ദ്രസേനയെ ഉപയോഗിച്ച് തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് മമതാ ബാനർജി നേരിട്ട് ആരോപിച്ചത്. കഴിഞ്ഞ ദിവസവും മമത ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ കേന്ദ്രസേനയെ ഇറക്കാൻ മാത്രം എന്താണ് BJPക്ക് ഇതിനുള്ളിലുള്ള പേടി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ കേന്ദ്രം ഏകാധിപത്യം കാണിക്കുകയാണെന്നത് ഇതോടുകൂടി നമുക്ക് തെളിവായിരിക്കുന്നു. TMCയുടെ ഈ വിരട്ടലുകൾക്കൊന്നും വഴങ്ങാൻ BJP തയ്യാറായിട്ടില്ല എന്നാണ് മറുവശത്ത് BJPക്കാർ ആരോപിക്കുന്നത്. മമതാ ബാനർജിയെ പൂട്ടാനല്ല, മറിച്ച് അവിടെ ക്രമസമാധാന നില നിർത്താനുള്ള പതിവ് സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണിതെന്നാണ് BJPയുടെ മറുപടി. ഒരു കുട്ടിയുടെ ദാരുണമായ കൊലപാതകത്തെ പോലും രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അതിനായി അവർ മനഃപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നുമാണ് BJP കുറ്റപ്പെടുത്തുന്നത്. നിയമപാലനത്തിലെ പോലീസിന്റെ വീഴ്ചയും ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് പ്രതിയെ തല്ലിക്കൊല്ലുന്നതുമെല്ലാം ബംഗാളിലെ ക്രമസമാധാന തകർച്ചയുടെ ആഴം വ്യക്തമാക്കുകയാണ്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മമതയെ പൂട്ടി കേന്ദ്രസേന എന്ന രീതിയിലേക്ക് ബംഗാൾ രാഷ്ട്രീയം ഇതോടെ മറിഞ്ഞിരിക്കുകയാണ്.